കോറുണ്ട. എല്ലാ സാധനവും വെച്ചുണ്ടാക്കുന്നതിന് അത്ര കോറുണ്ട, കോറക്കഞ്ഞി എന്ന് പറഞ്ഞ മാതിരി. അപ്പം കോറുണ്ട റെഡി ആയിക്കണം. ഇത് അധികം മുടി കൊഴിച്ചിലിന് അങ്ങനെ ആരോഗ്യത്തിന് നല്ലതാണ്. പച്ചക്കറി തിന്നാത്ത ആൾക്കാർക്കൊക്കെ ഇത് നല്ലതാണെന്ന് തോന്നുന്നത്. പണ്ടേ ഉള്ളതാണ്, ഇപ്പോഴൊക്കെ ആൾക്കാർ ലെവലടിച്ചത്. കാലത്ത് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളടുത്ത വീട്ടിൻ്റെ അടുത്ത് ഒരു വീത്താത്ത, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. വീത്താത്ത, വീതി, അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ കടവനാടേക്ക് പോകും. അപ്പോൾ ഈ കടവനാട് പോയി വരുമ്പോൾ പിന്നെ എന്തൊരു വീടാണ് അവിടെ കടവനാട്. ഇപ്പോൾ ഉള്ള നമ്മളെ കടവനാട് ഭാഗമൊക്കെ നല്ല പാടങ്ങളിരുന്നു. അപ്പോൾ അവിടെ പോയി വരുമ്പോൾ ഇറുങ്ക് ഇതങ്ങനെ ഇതിൽ ഇറുങ്കൊക്കെ ഉണ്ട് കേട്ടോ. ഇറുക്, എള്ള്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ രായി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോഴാണ് ഈ ഹെൽത്തി ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ പണ്ട് കാലത്ത് തന്നെ ഇവരൊക്കെ ഈ ഹെൽത്തി ഫുഡ് നന്നായിട്ട് തിന്നിരുന്നു. എന്താണ് എള്ളും പിന്നെ ഗോതമ്പ്, ചോള, ബാർലി, അങ്ങനെയുള്ള ഓരോ സാധനം ഇട്ടിട്ട് ഇവരൊക്കെ പിന്നെ കഞ്ഞി വെച്ചിട്ടിരുന്നു കുടിച്ചിരുന്നത്. അതിന് കോറക്കഞ്ഞി എന്ന് പറയും. പിന്നെ അത് ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ, ഇത് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഒരുപാട് കാലം മുമ്പോട്ട് കൊടുന്ന സാധനം ഇതുവരെ ഉണ്ടാക്കി തിന്നാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ബാംഗ്ലൂർ പോയി നോക്കുമ്പോൾ ബാംഗ്ലൂറും ഇത് ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പം ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ടല്ലോ കഞ്ഞിവെള്ളം കൊണ്ട് തല കഴുകാൻ. പക്ഷേ കഞ്ഞിവെള്ളം കൊണ്ട് തല, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇതുമായി തന്നെ നമ്മൾ വയസ്സായ ആൾക്കാർ ഈങ്ങിട്ടിട്ട് കഞ്ഞിവെള്ളം കൊണ്ടായിരുന്നു തല കഴുകിയിരുന്നത്. ഇപ്പോഴത്തെ ഫുഡ് നല്ലതാണെന്ന് പറയും. പണ്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എന്തുണ്ടാക്കിയിരുന്നു, ഇത് നമ്മളെ വെള്ളരിക്കക്കുരു, മത്തക്കുരു എന്നൊക്കെ പറഞ്ഞാൽ വെള്ളരിക്കക്കുരു, ഇത് കമരപ്പയർ, നമ്മളെ സാമ്പാർ കറ്റ്, നമ്മളെ പച്ചക്കടല, പച്ചക്കടല കേട്ടോ. ഇത് ചീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തോ മുതിര. ഇത് എള്ള്, ഇത് പച്ച വെള്ളമല്ല, ഇത് നമ്മളെ വേറൊരു തരം കടല, ഇത് വേറൊരു തരം കടല, ഇത് മത്തക്കുരു, ഇത് അതന്നെ ഉലുവ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു ഉണ്ടാക്കാം. അരി ഉണ്ട്, അരിയിൽ ഉലുവയും കുറച്ചിട്ടിരിക്കണം, ചക്കര ഉരുക്കാൻ വെച്ചിരിക്കണം. ഇപ്പം അതാ ഇതൊക്കെയാണ് ഇപ്പോൾ പുതിയ മോഡലാണ്. അപ്പം ഞാനിതൊക്കെ വറുത്ത് വെച്ചിരിക്കണ്. ഇതൊക്കെയാണ് മത്തക്കുരു, എള്ള്. ഇതിൽ ഞാൻ 4-5 തരം അരി, ഉലുവ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഇതിൽ പയർ, വേറെ എന്തൊക്കെ ഉണ്ട്, ഇതിൽ വേറെ എന്തൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെ ഇനി പൊടിക്കും. ഇനിയുണ്ട് സാധനങ്ങൾ കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ പൊടിച്ചിട്ട്, ബദാം ഇതൊക്കെ പൊടിച്ചിട്ടാണ് ഇതിൽ ചേർക്കാം. കത്തുള്ളു, ഇത് വെളുത്തുള്ളു, ഇത് കത്തുള്ളു, വെള്ളരിക്കക്കുരു. ഇതെല്ലാത്തിനും ഒരു മിക്സിലിട്ടിട്ട് ഇങ്ങനെ ഉണ്ട് പൊടിക്കുക. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിലൊരു 21-22 സൈസ് സാധനങ്ങളുണ്ട്. നമ്മൾ എല്ലാ സാധനങ്ങളും ഒരു 10-50 തരം സാധനങ്ങളുണ്ടാവും. അതിൻ്റെ പേരെന്നൊക്കെ പറയാൻ പറ്റില്ല. എല്ലാം മുതൽ ഇറകുമതി, കടല മുതൽ പരപ്പ് വരെ, അങ്ങനെ അണ്ടിപ്പരിപ്പ്, ബദാം, അങ്ങനെ എല്ലാ സാധനങ്ങളും. എന്നിട്ട് എല്ലാം കുറേശ്ശെ എടുത്ത് അത് പൊടിച്ചിട്ടാണ്. പിന്നെ തേങ്ങ ഇടാമെന്നാണ്, പക്ഷെ നമ്മൾ തേങ്ങ ഇടാത്ത എന്താണ് അത് എപ്പോഴും തിന്ന് ചെയ്യുന്നറിയില്ല. തേങ്ങ ഇട്ട പിന്നെ പെട്ടെന്ന് തിന്ന് ചെയ്യേണ്ടി വരും. അപ്പം ഇനി അതിൽ നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കാം. ചക്കര ഇതിൽ കരിയേപ്പിൻ്റെ ഇല ഇടാന്നുണ്ട്, പക്ഷെ നമ്മൾ പണ്ടൊന്നും കരിയേപ്പിൻ്റെ ഇല ഇട്ടിട്ടില്ല. ആ തന്നെ നമ്മൾ കരിയേപ്പിൻ്റെ ഇല ഇടുന്നില്ല. വെള്ളുള്ളുണ്ട്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി ചെറിയ ഉണ്ടാക്കിയിട്ട് വെക്കാം. അപ്പം ഇതിൻ്റെ പേരെന്താ ഇടണം? ഇതിൽ പറയായിരുന്നു കോറക്കഞ്ഞിയായിരുന്നു. അഞ്ഞ് കോറുണ്ടാന്നാക്കാം. ബാംഗ്ലൂർക്കാരെ പേരായിരുന്നു കോറക്കഞ്ഞി. അവർ രാവിലെ എപ്പോഴും ഇതിങ്ങനെ
പൊടിച്ച് വെച്ചിട്ട് രാവിലെ ഈ കഞ്ഞി കുടിച്ചിട്ട് പുറത്തേക്ക് പോവുക. അപ്പം നമ്മളെ കോറക്കഞ്ഞി നക്കാം.